ഇരിക്കാമല്ലോ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വലിയ വലിയ അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ നമുക്ക് കണ്ണുകളെ അടച്ച് കർത്താവിനോട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാധിരാജനെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങുണ്ടല്ലോ, ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ടല്ലോ. കർത്താവിന്റെ കൃപ ഞങ്ങളുടെ ഉള്ളിലെ കർത്താവ് നിറച്ചു തരുന്നുണ്ടല്ലോ. കർത്താവേ ആത്മശക്തി ഞങ്ങളുടെ ഹൃദയത്തില് കൂടുതൽ നിറച്ച് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ആള് മാറിയവരെ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അത്യുന്ന ശക്തിയാണ് ഞങ്ങളെ നിറയ്ക്കട്ടെ. ആവർത്തിക സഭയിൽ അപ്പോസ്തലന്മാരുടെ മേൽ പകർന്ന ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരട്ടെ. ഞങ്ങളുടെ മേൽ അധികം നിറഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ അധികം നിറഞ്ഞു വരട്ടെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഹല്ലേലൂയ, ഞങ്ങളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങളെ എന്റെ കർത്താവ് മാറ്റണമേ. ഹല്ലേലൂയ, ഞങ്ങളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങളെ എന്റെ കർത്താവ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ അന്തരീക്ഷങ്ങളെ എന്റെ കർത്താവ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഞങ്ങളുടെ പട്ടണത്തിന്റെ അന്തരീക്ഷങ്ങളെ കർത്താവ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ലോകരാജ്യത്തിന്റെ അന്തരീക്ഷങ്ങളെ എന്റെ കർത്താവ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം ഞങ്ങളുടെ അകത്തേക്ക് നിറഞ്ഞു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ഞങ്ങളുടെ ദേശത്ത് ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. അന്ധകാര ശക്തികളെ കീഴടക്കുന്ന, ലോകശക്തികളെ കീഴടക്കുന്ന, എല്ലാ മതശക്തികളെ കീഴടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഹല്ലേലൂയ ഇവിടെ നിറഞ്ഞു വരട്ടെ. ഹല്ലേലൂയ. നന്ദിയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഹല്ലേലൂയ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ, സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോ ഹല്ലേലൂയ, ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ചില ആലോചനകൾ കൊടുക്കട്ടെ. ഹൃദയത്തിന്റെ അകത്ത് ഇതുവരെ മാറാത്ത ജഡത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും അവസ്ഥകൾ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ വിട്ടുമാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും സന്തോഷമായിട്ടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തില് പുതിയൊരു വഴിയിൽ ദൈവം കൊണ്ടുപോകുവാൻ വേണ്ടി വീണ്ടും ഒരു മീറ്റിംഗ് കൂടെ ദൈവം നമുക്ക് തുറന്നു തന്നിരിക്കുകയും, ഓരോ കൂട്ടായ്മ കൂടുമ്പോഴും, ഓരോ ദേവദാസന്മാർ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും
നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ ചലിപ്പിക്കുകയാണ്, നമ്മുടെ കുടുംബങ്ങളെ ചലിപ്പിക്കുകയാണ്, നമ്മുടെ മുമ്പോട്ടുള്ള വഴികളെ ദൈവം ചലിപ്പിക്കുകയാണ്. നമ്മളല്ല, നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഒന്ന് കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കാരണം നമ്മൾ പോകേണ്ടുന്ന വഴി പരിശുദ്ധാത്മാവ് നമുക്ക് മുമ്പിൽ തുറന്നു തരികയാണ്. പൗലോസിന് വേണ്ടി ദൈവം ഒരു വഴി തുറന്നു കൊടുക്കുകയാണ്. പൗലോസിനോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നീ റൂട്ട് മാറിപ്പോകുവാൻ പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറയുകയാണ്. ദൈവം അവനോട് പറഞ്ഞ വഴിയിൽ നിന്ന് അവനെ റൂട്ട് മാറ്റിവിടുകയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന് ഒരു ലക്ഷ്യമുണ്ട്. എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം മുഴുവനും നിറവേറപ്പെടണം എന്നുള്ളതാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും നശിച്ചു പോകരുതെന്നതാണ്, ഒരു മനുഷ്യനും തകർന്നു പോകരുത് എന്നതാണ്. എല്ലാവരും വീണ്ടെടുക്കപ്പെട്ട് നിത്യജീവൻ പ്രാപിച്ച് നിത്യരക്ഷ പ്രാപിച്ച് സന്തോഷത്തോടെ പോകണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ മുഴുവനും പുതിയ തരത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് തിരുവചനത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പോകുമ്പോൾ ദൈവദാസന്മാരോടുകൂടെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് തന്നപ്പോ നമ്മുടെ ജീവിതം എത്രമാത്രം യേശുക്രിസ്തുവിനായി മാറ്റി വയ്ക്കണം എന്നുള്ളത് ദൈവം നമുക്കായി പറഞ്ഞു തരികയായിരുന്നു. നമുക്ക് ഈ ഉലകത്തിൽ രക്ഷകനായിട്ട് ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. ആ നാമത്തിന്റെ മുമ്പിൽ എല്ലാ മുട്ടുകളും അടങ്ങും. ആ നാമത്തിന്റെ മുമ്പിൽ എല്ലാ ഭൂതങ്ങളും വിട്ടുപോകും, എല്ലാ ശാപങ്ങളും വിട്ടുപോകും, എല്ലാ തകർച്ചകളും വിട്ടുമാറും. ഈ നാമത്തിന്റെ മുമ്പിൽ ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഒരു രക്ഷയുണ്ട്, ഒരു അനുഗ്രഹമുണ്ടെന്ന് നമ്മൾ കണ്ടെത്തുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഈ നാമം നമ്മുടെ അകത്ത് തന്ന് ഈ നാമത്തിലൂടെ നമ്മളെ നയിക്കുന്നത് നമ്മുടെ കർത്താവ് തന്നെയാണ്. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം 1 കൊരിന്ത്യർ ലേഖനത്തിലെ 3-ാം അധ്യായത്തില് അതിന്റെ 16-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് അറിഞ്ഞിരുന്നു ദൈവത്തിന്റെ മന്ദിരമാണ് പൗലോസ് എന്ന്. ഹല്ലേലൂയ. പൗലോസ് അറിഞ്ഞിരുന്നു ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മൾ ഓരോരുത്തരും ദൈവസഭ എന്ന് പൗലോസ് അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. പൗലോസ് ആരെയും കുറ്റപ്പെടുത്താനല്ല പോയത്, പൗലോസ് ആരോട് പരാതി പറയാനല്ല പോയത്. പൗലോസ് പറഞ്ഞു നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. കാരണം എന്താ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളെ പണിതത് നമ്മളല്ല, നമ്മളെ പണിതത് ദൈവമാ. നമ്മളെ വിളിച്ചത് ദൈവമാ, നമ്മളെ വേർതിരിച്ചത് ദൈവമാ. നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെയും പ്രവർത്തികളെയും മുഴുവനും മാറ്റി നമ്മളെ മറ്റൊരു തലത്തിലേക്ക് ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ ടെൻഷനുകളെ മാറ്റി, നമ്മുടെ രോഗങ്ങളെ മാറ്റി, നമ്മുടെ പ്രതികൂലങ്ങളെ മാറ്റി ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ കൊണ്ടുപോകുവാൻ പ്രയോജനമുള്ള ഒരു മന്ദിരങ്ങളാക്കി ദൈവം നമ്മളെ മാറ്റുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സഭയോടുള്ള ബന്ധത്തിലാണ് പരിശുദ്ധാത്മാവ് നമ്മളെ മന്ദിരങ്ങളാക്കുന്നത്. സഭയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് മന്ദിരങ്ങളാക്കുമ്പോൾ ഈ മന്ദിരത്തിൽ ദൈവം വസിക്കണം. ഈ മന്ദിരം ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ നടക്കണം. ദൈവം പറയുന്നത് പോലെ നമ്മൾ പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മന്ദിരം അശുദ്ധമാക്കാനുള്ളതല്ല, അത് വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഈ മന്ദിരം എങ്ങനെയാണ് ദൈവം പണിതത്? എഫെസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്കൊന്ന് 2-ാം അധ്യായത്തില് അതിന്റെ 1-ാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ
അവൻ ഉയർപ്പിച്ചു. Praise the Lord. മരിച്ചവരായിരുന്ന അതിക്രമങ്ങളുള്ള നമ്മളെ എന്ത് ചെയ്തിരിക്കുകയാണ്? ദൈവത്തിന് പ്രവർത്തിക്കുവാൻ, ദൈവത്തിൽ ആത്മാവിന് പ്രവർത്തിക്കാൻ കൊള്ളാകുന്നവരായി ദൈവം നമ്മളെ ഉപയോഗിക്കുകയാണ്. നമുക്കറിയാമല്ലേ പൗലോസിനെ? പൗലോസ് ഒരു മതവിശ്വാസിയായിരുന്നു. പൗലോസ് അവനായിരുന്ന മതത്തിൽ അവൻ തീഷ്ണതയുള്ളവനായിരുന്നു. അവന്റെ മതമാണ് വലുതെന്ന് അവൻ അറിഞ്ഞിരുന്നു. മറ്റൊരു സഭയെ അഥവാ അവിടെ ഒരു കൂട്ടായ്മയോ യേശുവിനെ വിശ്വസിക്കുന്നവരെയോ അവൻ അംഗീകരിച്ചിരുന്നില്ല. അവൻ പറഞ്ഞു അവനാണ് വലുത്, അവന്റെ സഭയാണ് വലുത്, അവൻ അതിൽ വിശ്വസിച്ചിരുന്നു. അവൻ മതത്തിലായിരുന്നു, അവൻ സംഘടനയിലായിരുന്നു, അവൻ ആ മത സ്പിരിറ്റിൽ അവൻ എന്ത് ചെയ്തു? ക്രിസ്തുവിന്റെ സഭയെ, ക്രിസ്തുവിന്റെ മക്കളെ അവൻ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ രൂപാന്തരപ്പെടുത്തി, നമ്മളെ രൂപപ്പെടുത്തി ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു പ്രവൃത്തി നമ്മളിലൂടെ നടത്തത്തക്കവണ്ണം ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പൗലോസിനോട് നമുക്കൊന്ന് ചോദിക്കാം, പൗലോസെ എങ്ങനെയായിരുന്നു പൗലോസെ ഈ വിശ്വാസത്തിലേക്ക് വന്നത്? നീ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും പറയത്തക്കവണ്ണം നിന്നിലുള്ള വിശ്വാസം എന്തായിരുന്നു എന്ന് പൗലോസിനോട് ചോദിക്കുമ്പോൾ പൗലോസ് പറയും. പൗലോസ് എന്താ പറയുന്നതെന്ന് അറിയാമോ? ഞാന് ക്രിസ്തുവിന്റെ മാർഗത്തെ പീഡിപ്പിച്ചുകൊണ്ട്, ക്രിസ്തുവിന്റെ സഭയിലുള്ള എല്ലാവരെയും പീഡിപ്പിച്ചുകൊണ്ട്, അവരെല്ലാം മുടിച്ചു കളയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് പോയപ്പോൾ, ഹല്ലേലൂയ, ഞാൻ പോകുന്ന യാത്രയിൽ എന്നിലേക്ക് ഒരു വലിയൊരു പ്രകാശം വന്നു. ഒരു വലിയൊരു മിന്നലൊളി വന്നു, എന്റെ മേൽ പതിച്ചു. ഞാൻ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണു. ആ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണ ഞാൻ, ഹല്ലേലൂയ, ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, കർത്താവേ, അങ്ങ് ആരാണ്? പൗലോസ് സ്വയമായി ചോദിച്ചതാണോ? അല്ല, അവരെ കൊണ്ട് ചോദിപ്പിച്ചു. അതിന് കാരണമാണ് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവമാണ്. അവരെ കൊണ്ട് ചോദിപ്പിച്ചു, നീ ആരാണ്? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ദൈവത്തിന്റെ ശബ്ദം, ദൈവം അവന്റെ മേൽ കാതു വെച്ചിരിക്കുകയാണ്, അവന്റെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുകയാണ്. അവനെ രക്ഷിക്കണമെന്ന ഒറ്റ ലക്ഷ്യമേ കർത്താവിനുള്ളൂ. എന്നെയും നിങ്ങളെയും രക്ഷിക്കണമെന്ന ഒരൊറ്റ ലക്ഷ്യമേ കർത്താവിനുള്ളൂ. അതോട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെ അകത്ത് കർത്താവിനെ വസിക്കണം. നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം വരുമ്പോൾ ആ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവിനാണ് സ്തോത്രം പറയാൻ ഇടവരണം. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. എങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അത്ഭുതങ്ങളെ ചെയ്യും. ഇതൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ് തന്റെ ജീവിതത്തിൽ ആ കുതിരപ്പുറത്തു നിന്ന് താഴെ വീണ പൗലോസ് അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ കണ്ണിൽ മുഴുവൻ ചെതുമ്പൽ പോലെ എന്തോ വന്ന് കണ്ണ് കാഴ്ചയില്ലാത്തവനെ പോലെയായി. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിന് ഒരു പുതിയൊരു വഴിത്തിരിവ് ദൈവം കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് ദൈവം ഒരു മനുഷ്യനോട് പറയുകയാണ്, ഒരു പ്രവാചകനോട് പറയുകയാണ്, ഒരു സുവിശേഷകനോട് പറയുകയാണ്, നീ പൗലോസിന്റെ അടുത്തേക്ക് ചെല്ലണം. പൗലോസ് ഇന്ന സ്ഥലത്തുണ്ട്, നീ അവിടെ ചെന്ന് അവന്റെ തലയിൽ കൈവെക്കണം. അവൻ എന്ത് ചെയ്യും? അവന് കാഴ്ച പ്രാപിക്കും. അവൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യൻ, സഭയെ പീഡിപ്പിക്കുന്ന ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതിന് കാരണമാരാ? ദൈവമാണ് ഇതിന് കാരണം. എന്നെ സൃഷ്ടിക്കാൻ മാത്രമല്ല, എന്നെ രക്ഷിക്കുവാനും എന്റെ ദൈവത്തിന് അറിയാം. എന്നെ വീണ്ടെടുക്കുവാനും ദൈവത്തിന് അറിയാം. ദൈവത്തിന് എന്നെ വലിയ പ്രവാചകനാക്കണമോ, എന്നെ സുവിശേഷകനാക്കണമോ, എന്നെ അപ്പസ്തോലനാക്കണമോ, ദൈവത്തിന് ഏറ്റവും പ്രയോജനമുള്ളവരാക്കണമോ എന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്.
മനുഷ്യന്റെ തീരുമാനത്തിനൊത്തമല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നമ്മളെ നടത്തപ്പെടുവാൻ ആ ദൈവം ഇന്ന് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇഷ്ടത്തിനോ ആഗ്രഹത്തിനോ ഒരു പ്രസക്തിയുമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ആഗ്രഹം എന്നിൽ നടപ്പാക്കുവാൻ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ എത്ര വലിയവരാണെങ്കിലും ദൈവം നമ്മുടെ ജീവിതത്തെ ദൈവം മാറ്റുവാൻ മതിയായവ തന്നെയാണ്. ഒരു മന്ദിരങ്ങളാക്കുവാൻ ദൈവം എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? എഫെസ്യർ ലേഖനത്തിൽ 2-ാം അധ്യായത്തില് നമുക്ക് കാണാൻ കഴിയും. എഫെസ്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ആരെ അനുസരിച്ചാണ് നടന്നത്? ദൈവത്തെ അനുസരിച്ചുകൊണ്ടാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. അന്നേരം ഈ നമ്മളെ ദൈവത്തിന് ഇഷ്ടത്തിന് കൊണ്ടുവരണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. നമ്മൾ പോകുന്ന വഴി നമ്മൾക്ക് ഇഷ്ടമുള്ള വഴിയായിരിക്കാം, ലോകത്തിന്റെ വഴിയായിരിക്കാം. ആ വഴിയിൽ നിന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? ദൈവത്തിന് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം എന്താണ്? നമ്മളെ ഒരിക്കലും അനാഥരായി വിടത്തില്ല, നമ്മളെ ഉപേക്ഷിക്കത്തില്ല. നമ്മൾ തകർന്നു പോകുവാൻ, നശിച്ചു പോകുവാൻ ദൈവത്തിന് ഇഷ്ടമില്ല. നമ്മളെ വലിയവനാക്കണം. യേശു ആയിരിക്കുന്നത് നമ്മളെയും ഇരുത്തണമെന്നുള്ള ആഗ്രഹമാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ളത്. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായി ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ ആരുടെ മക്കളായിരുന്നു? കോപത്തിന്റെ മക്കൾ. അതോടെ സ്വന്തം പറഞ്ഞേ, അന്ധകാരത്തിലൂടെ നടക്കുന്ന കോപത്തിന്റെ മക്കളായിരുന്നു നമ്മൾ. ഹല്ലേലൂയ. ഇപ്പോഴോ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാ സ്നേഹം നിമിത്തം ഹല്ലേലൂയ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മളെ എന്ത് ചെയ്തു? ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും. ഒന്ന് പറഞ്ഞേ, കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പാപം നിറഞ്ഞ പാപത്തിലായിരുന്ന പാപികളായി ജീവിച്ചുകൊണ്ടിരുന്ന നമ്മളെ ദൈവത്തിന് നമ്മളോട് ഇഷ്ടം തോന്നി. ദൈവത്തിന്റെ കൃപയാൽ ദൈവം നമ്മളെ എണ്ണിയെടുത്തിരിക്കുകയാണ്, വീണ്ടെടുത്തിരിക്കുകയാണ്. ഒന്നുകൂടെ സ്വന്തം പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളോട് ചോദിച്ചിട്ടാണോ വീണ്ടെടുത്തത്? അല്ല. പിന്നെയോ ദൈവത്തിന് എന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവത്തിന്റെ മന്ദിരങ്ങളാണ്. ഹല്ലേലൂയ. സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവത്തിന്റെ മന്ദിരങ്ങളാണ്. കാരണം ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം എന്റെ കൂടെ എന്നെ നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ജീവിച്ച് നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കൃപയാൽ നമ്മൾ വീണ്ടെടുത്തിരിക്കുകയാണ്. അന്നേരം നമ്മളെ നടത്തുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
നമ്മുടെ കഴിവുകളല്ല, നമ്മളെ അറിവുകളല്ല, നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ ഒന്നുമല്ല, ദൈവത്തിന്റെ സൗജന്യമായ ദാനമായ ഹല്ലേലൂയ കൃപയാലാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും നിർത്തിയിരിക്കുന്നത്. ദൈവത്തിന് നമ്മളോട് എപ്പം വേണമെങ്കിലും ദൈവത്തിന് നമ്മളെ എന്ത് ചെയ്യാം? കൈവിടാം അല്ലെ? ദൈവം വിടുവോ? ദൈവം വിടിയല്ല. ദൈവത്തിന് എപ്പം വേണമെങ്കിലും നമ്മളെ ഉപേക്ഷിക്കാം. ദൈവം നമ്മളെ ഉപേക്ഷിക്കോ? നമ്മളെ ഉപേക്ഷിക്കുകയല്ല. കാരണം ദൈവത്തിന് നമ്മളോട് മഹാസ്നേഹമാണ്, ഒത്തിരി സ്നേഹമാണ് ദൈവത്തിന്. കാരണം നമ്മൾ ദൈവത്തിന്റെ മന്ദിരങ്ങളാക്കി ദൈവം വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജാതികളെ പോലെയല്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞൊരു ദിവസം എന്നോട് ഒരു 2 സഹോദരിമാര് സംസാരിക്കാൻ ഇടവന്നപ്പോ എന്നോട് ചോദിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങൾ മതത്തിലായിരുന്നില്ലേ? നിങ്ങളായിരുന്ന സഭയിൽ നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വന്നത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ 2 കാരണങ്ങൾ പറഞ്ഞു. ഒന്ന്, എന്റെ അമ്മ എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരാക്കണം. 2, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന ദൈവവചനവുമായി കടന്നു വന്ന ദൈവദാസനെ ഞങ്ങൾ എന്ത് ചെയ്തു? ഇനി മേലിൽ ഈ ഭവനത്തിൽ കയറരുതെന്ന് പറഞ്ഞ് താക്കീത് ചെയ്ത് ഓടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 2 കാരണം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വന്നത് ഞങ്ങൾക്ക് അതിനപ്പുറം ഒന്നും അറിയത്തില്ല. കാരണം ഞങ്ങളെ ദൈവമാ പിടിച്ചത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതിന് ദൈവമാണ് ഞങ്ങളെ പിടിച്ചത്. ഞങ്ങൾ ആരും പറഞ്ഞു കേട്ടിട്ട് വന്നതല്ല, ആരുടെയും ശബ്ദം കേട്ടിട്ട് വന്നതല്ല, ആരുടെയും പ്രഷർ കൊണ്ട് വന്നതല്ല. കാരണം ദൈവത്തിന്റെ അനാദിയിലെ ഞങ്ങളെ കുറിച്ച്, എന്നെ കുറിച്ച് ഒരു പദ്ധതി ഉള്ളത് കൊണ്ട്, നമ്മളെ കുറിച്ച് ഒരു പദ്ധതി ഉള്ളത് കൊണ്ട് ദൈവം അവിടെ എന്ത് ചെയ്തു? തന്റെ ഇഷ്ടത്തെ നമ്മളിൽ നിറവേറ്റുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓരോരുത്തരോട് ചോദിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? എന്നെ എങ്ങനെയാ ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നത്? ആമേൻ. ദൈവം എന്നെ കൊണ്ടുവന്നതാ. ഹല്ലേലൂയ. ദൈവം കൊണ്ടുവരാത്തവരൊക്കെ എന്ത് ചെയ്യും? കുറച്ച് കാലഘട്ടങ്ങൾ കഴിയുമ്പോ ദൈവത്തെ തള്ളിപ്പറഞ്ഞ്, മറ്റുള്ളവരെ തള്ളിപ്പറഞ്ഞ് അവർ മടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ദൈവം വിളിച്ചവൻ, വിശ്വസ്തനായവൻ, വാക്കു മാറാത്തവൻ, കൂടെ ഇരിക്കുന്നവൻ, ഹല്ലേലൂയ, ഒരിക്കലും മാറത്തില്ല. അവനെ ദൈവം പിടിച്ചതാ. അവൻ സഞ്ചരിക്കുന്ന കപ്പൽ തകർന്നു പോയാലും അവനെ ആ കപ്പലിന്റെ അകത്ത് സുരക്ഷിതമായി നിർത്തുന്ന ഒരു ദൈവമുണ്ട്. പിന്നെ നമുക്ക് അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. എഫെസ്യർ ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. നമ്മൾ ദൂരത്തായിരുന്നു. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും അടുത്തു വരാൻ സാധ്യതയില്ലാതെ നമ്മൾ ദൂരത്തായിരുന്നു എങ്കിൽ യേശുക്രിസ്തു തന്റെ ക്രൂശിത മരണത്തിലൂടെ ഓരോ തുള്ളി രക്തവും നമ്മളിലേക്ക് ഒഴുക്കി തന്ന ഓരോ തുള്ളി രക്തവും വീണത്, ആമേൻ ഹല്ലേലൂയ, ആ രക്തത്തിലൂടെ നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ രക്തത്തിലൂടെ വീണ്ടെടുത്ത ആ ക്രിസ്തുവിന്റെ മക്കളാണ് നമ്മൾ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചേ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ, അവൻ നമ്മുടെ സമാധാനം. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ഇനി ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ സമീപത്താണ്. ഇനി നമ്മൾ അകലെയാണോ? നമ്മൾ അകലെയാണോ? ഒന്ന് കരങ്ങളുയർത്തി പറഞ്ഞേ സഹോദരാ. നമ്മൾ അകലെയല്ല, നമ്മൾ ക്രിസ്തു തമ്മിൽ അടുത്തായിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ക്രിസ്തുവിൽ നിന്ന് അകലെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അകലെയാണോ? അല്ല. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് ഒരു മതമല്ല, സംഘടനയല്ല, ഒരു പ്രസ്ഥാനമല്ല, ഒരു വ്യക്തിയല്ല. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ യേശു രക്തം ചിന്തി, ആ രക്തത്തിലൂടെ നമ്മളെ വീണ്ടെടുത്ത് അവനോട് നമ്മളെ അടുപ്പിച്ചിരിക്കുകയാണ്. ഇനി ഒരിക്കലും ദൂരത്തേക്ക് പോകുവാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും അതിന്റെ 16-ാമത്തെ വാക്യം വായിച്ചേ. ക്രൂശിന്മേൽ വെച്ച്
ആ. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ഒന്ന് സ്വതന്ത്രം പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ശത്രുത്വമില്ല. ക്രൂശിൽ വച്ചുകൊണ്ട് ശത്രുത്വത്തെ എന്ത് ചെയ്തു? ഇല്ലാതാക്കി. ഇല്ലാതെയാക്കി. ഒന്ന് സ്വതന്ത്രം പറഞ്ഞേ. അന്നേരം ഇനി ക്രൂശിൽ യേശുവിന്റെ രക്തത്താൽ ആ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് യേശുവിന്റെ ക്രൂശിലെ മരണത്തിലൂടെ നമ്മളെ എന്താക്കിയിരിക്കുകയാണ്? ശത്രുത്വം ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇനി ശത്രുത്വം ഉണ്ടോ? ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഭർത്താവിനോടോ ഭാര്യയോടോ സഭയിലുള്ളവരോടോ കുടുംബത്തിലുള്ളവരോടോ ദേശത്തുള്ളവരോടോ ആരോടെങ്കിലും ശത്രുതയുണ്ടോ? ഇല്ല. ശത്രുത്വം അവിടുന്ന് ദൈവം ആമേൻ ആ മരണത്തിലൂടെ നീക്കി. പിന്നെയോ നമ്മളെ ക്രിസ്തുവിൽ എന്താക്കിയിരിക്കുകയാണ്? ആമേൻ ഏക ശരീരത്തിന്റെ ആമേൻ ഭാഗമാക്കി വച്ചിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞാൽ ക്രിസ്തുവും ക്രിസ്തുവിന്റെ ശരീരവും നമ്മളും തമ്മിൽ ഒന്നാക്കി ദൈവം വച്ചിരിക്കുകയാ. ഇനി ആ ക്രിസ്തുവിൽ നിന്ന് നമ്മളെ പിരിക്കാൻ കഴിയത്തില്ല. കാരണം ഇനി എന്റെ മേലുള്ള അധികാരം ക്രിസ്തുവിനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇതാ ഇങ്ങനെയാണ് ദൈവം തന്റെ മന്ദിരത്തെ ആക്കി ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ ദൈവം മന്ദിരത്തെ കർത്താവ് പണിയുകയാണ്. വീണ്ടും നമുക്ക് അതിന്റെ 20, 21, 22 തിരുവചനം വായിച്ചേ. ക്രിസ്തുയേശുവിന്റെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഒന്ന് സ്വന്തം പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെ എങ്ങനെയാണ് പണിതിരിക്കുന്നത്? ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേലാണ് നമ്മളെ പണിതിരിക്കുന്നത്. എങ്ങനെയാണ്? അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവരിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. പ്രൈസ് ദി ലോർഡ്. ബാക്കി അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. ഒന്ന് സ്വന്തം പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെ ഒന്നിച്ച് കർത്താവിൽ നമ്മളെ എല്ലാവരെയും ഒന്നിച്ച് ദൈവം എന്താക്കി വെച്ചിരിക്കുകയാണ്? ക്രിസ്തുവിൽ പണിതെടുത്ത് വെച്ചിരിക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. ആർക്കും വ്യത്യാസമില്ല. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി തീർന്നിരിക്കുകയാ. അവന്റെ മന്ദിരമായി തീർന്നിരിക്കുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ തകർത്ത് കളയാൻ ആർക്കെങ്കിലും കഴിയുമോ? കഴിയത്തില്ല. ഒന്ന് സ്വതന്ത്രം പറഞ്ഞേ. ഇല്ല. നമുക്ക് ആരോടെങ്കിലും ഒരു ശത്രുത്വമുണ്ടോ? ഇല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ എന്ത് ചെയ്യുകയാണ്? അനുദിനം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവിലൂടെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ശക്തിയോടെ നടത്തുകയാണ്. കാരണം നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന വാഗ്ദത്തത്തെ ദൈവം നമുക്ക് വേണ്ടി നിറവേറ്റി തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നമ്മൾ മന്ദിരങ്ങളാക്കിയത് യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ അവന്റെ രക്തത്തിലൂടെ നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ മന്ദിരമാക്കി വെച്ചിരിക്കുകയാണ്. ഇനി എന്റെ മേലുള്ള അധികാരം യേശുക്രിസ്തുവിന് മാത്രമാണ്. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ അനുദിനം നമ്മളെ ഓരോരുത്തരെയും ശക്തിയോടെ നമ്മളെ ഇനിയുള്ള മണിക്കൂറിൽ ദൈവം നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, നിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ കർത്താവേ അന്യരല്ല, പരദേശികളല്ല. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. കർത്താവിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും കർത്താവ് മന്ദിരങ്ങളാക്കി വെച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിയോടെ നയിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവ് ഞങ്ങളെ നയിക്കുമാറാകട്ടെ.